ലൈംഗികപരമായ പരാമർശങ്ങൾ അതിനെ നാം പരിഗണിക്കേണ്ടതില്ലേ? കാരണം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എപ്പോഴും സ്ത്രീപക്ഷവാദികൾ വരെ വരുന്നുണ്ട്. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുക, അതിനപ്പുറത്തേക്ക് നാം സരിതയുടെ വാക്കുകൾ പീപ്പിൾ ടി വിയിലൂടെ കേട്ട് കഴിഞ്ഞതാണ്. ഒരു സ്ത്രീക്കും തൻ്റെ ലൈംഗികതയെ ചൂഷണം ചെയ്താൽ ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകൾക്ക് അവസരമില്ലേ ഈ കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ സ്ഥിതി? പ്രദീപ്, എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ്, ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്നയാളാണ്, ജനത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നയാളാണ് എന്നെല്ലാം നമ്മൾ ഇതിനു മുമ്പ് ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പുറത്തു വരുന്ന തെളിവുകൾ, പലരുടെയും വാക്യങ്ങൾ, അതിനോടുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം, ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോഴും അതുപോലെ തന്നെ അദ്ദേഹം അടുത്ത് ഭരണത്തിൽ വരരുത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന കോൺഗ്രസ് അടുത്ത ഭരണത്തിൽ വരരുത്. കാരണം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ OLXൽ പരസ്യം കൊടുത്ത് കേരളത്തിനെ പോലും അവർ വിറ്റേക്കും എന്ന് പോലും വിശ്വസിക്കുന്നു. അപ്പോഴും ഇന്ന് വന്ന ആരോപണം, അല്ലെങ്കിൽ സരിത എസ് നായരുടെ പുറത്തു വന്ന കത്തും ആ സ്ത്രീയുടെ വാക്കുകളുമൊക്കെ നേരത്തെ പറഞ്ഞ കാര്യത്തിന് ഒന്നുകൂടെ ആക്കം കൂട്ടുന്നതോ ഒന്ന് കാറ്റലൈസ് ചെയ്യുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. എങ്കിലും അത് തെറ്റായിരിക്കണമെന്ന് സ്ഥാപിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം വേറൊന്നുമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ഇപ്പോൾ പലരും വഴിമുട്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷേ ഏറ്റവും മികച്ചതും ഏറ്റവും അത്യാവശ്യം നല്ല വികസനമുള്ളതും അതിനുമപ്പുറത്തേക്ക് സാംസ്കാരികമായി ഒരുപാട് ഔന്നത്യത്തിൽ നിൽക്കുന്നതുമായ സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പുറത്തു പോകേണ്ടി വരുന്നതോ അതല്ലെങ്കിൽ ഒരു പരാജയത്തിന് നേരിടേണ്ടി വരുന്നതോ ഇത്തരത്തിലുള്ള ഒരു തരം താഴ്ന്ന വിഷയത്തിൻ്റെ പേരിലാകരുത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഏറ്റവും അവസാനത്തെ തെളിവ് പോലും പുറത്തു വരുന്നത് വരെയും തെറ്റായിരിക്കണം. പക്ഷേ ഇത് തെറ്റാണെന്ന് എന്ത് ചെയ്യപ്പെടണം? തെളിയിക്കപ്പെടണം, അല്ലേ? ഇത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടണമെന്നാണ് എൻ്റെ വിശ്വാസവും ആഗ്രഹവും. അങ്ങനെ തെറ്റാണെന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം. കേരളത്തിലെ അന്വേഷണം നടത്തേണ്ടത് ആരാണ്? പോലീസാണ് അന്വേഷണം നടത്തേണ്ടത്. ഈ പോലീസിനെ കൃത്യമായി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇവിടുത്തെ ലെജിസ്ലേച്ചറാണ്. ആ ലെജിസ്ലേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി തന്നെ തനിക്കെതിരെ വന്നിരിക്കുന്ന ഒരു ആരോപണത്തിനെക്കുറിച്ച്, ഒരു വൈറ്റൽ ക്രൂഷ്യൽ ആരോപണം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ പോലും ടോപ്പിൾ ഡൗൺ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു ആരോപണം, ഇതിനെതിരായിട്ട് ഒരു സുശക്തമായ, നിർവ്യാജമായിട്ടുള്ള, അതിനപ്പുറത്തേക്ക് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയും കൃത്യമായി തെളിയിക്കപ്പെടുകയും ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂ? അങ്ങനെ കഴിയില്ല. നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യൂ? ഇല്ലല്ലോ. നമ്മുടേതായിട്ടുള്ള ഒരു സബ്ജക്റ്റിവിറ്റി അന്വേഷണത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും പെട്ടെന്ന് ഉമ്മൻചാണ്ടി, ഇനി എത്ര ദിവസമുണ്ട് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് ഏറ്റവും പെട്ടെന്ന് തന്നെ ഉമ്മൻചാണ്ടി മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യമല്ലേ ഇവിടെ കാണിക്കേണ്ടത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇത് കളിയാക്കി നമുക്ക് പറയാം, എന്ത് വന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നതൊക്കെ. അങ്ങനെയല്ല, ഇതൊരു സിഗ്നലിംഗ് അല്ലേ? അല്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു ആരോപണമുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഞാൻ ഏത് മിഷനറിയും ഉപയോഗിക്കും എന്നുള്ളൊരു സിഗ്നലിംഗ് അല്ലേ ഉമ്മൻചാണ്ടി കൊടുക്കേണ്ടത്? അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തെളിയട്ടെ. ഇനി അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട്. ആ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അടുത്ത് നേരത്തെ ചോദിച്ച സ്ത്രീപക്ഷ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. ഇനി ഉമ്മൻചാണ്ടി സ്വന്തം കാര്യം തെളിയിക്കാൻ വേണ്ടി എടുക്കണ്ട. അദ്ദേഹം മനസാക്ഷിയിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ. നാട്ടുകാരെയൊന്നും അദ്ദേഹത്തിന് വിശ്വാസമില്ല, ധാർമ്മികതയിലോ സത്യസന്ധതയിലോ വിശ്വാസമില്ല. ഇതിനു മുമ്പ് നടന്ന കാര്യങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് താനൊരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചും അദ്ദേഹത്തിന് വിശ്വാസ്യതയില്ല. ശരി, വേണ്ട. അതിനുവേണ്ടി ഞാൻ സത്യസന്ധനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടി ഒരു അന്വേഷണം നടത്തണ്ട. ഞാൻ ഉൾപ്പെടെ ഈ കേരളത്തിലെ പലരും, കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്തരം കാര്യം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അതൊന്നും അദ്ദേഹം കാണണ്ട. മറിച്ച് ഒരു സ്ത്രീയെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. എന്താ ആരോപണം? ഞാൻ പീഡിപ്പിക്കപ്പെട്ടു, ഞാൻ ആക്രമിക്കപ്പെട്ടു, എൻ്റെ ശരീരം അതിക്രമിക്കപ്പെട്ടു, ഇങ്ങനെയുള്ള ഒരു ആരോപണമല്ലേ ഉന്നയിക്കുന്നത്? ഇത്തരത്തിലൊരു ആരോപണം ഒരു സ്ത്രീ ഉന്നയിക്കുമ്പോൾ, അത് ഉമ്മൻചാണ്ടിയോ XOR ആരോ ആയിക്കോട്ടെ, ഈ ആള് ഇങ്ങനെ ചെയ്തു എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ ഒരു കേസ് എടുക്കുവാനും ആ കേസിൽ ഒരു അന്വേഷണം നടത്തുവാനും തയ്യാറല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് ഉമ്മൻചാണ്ടി കൊടുക്കുന്ന സിഗ്നൽ എന്താണ്? ഈ സർക്കാർ കൊടുക്കുന്ന സിഗ്നൽ എന്താണ്? ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾ എന്തു പറഞ്ഞാലും, നിങ്ങൾ പറയുന്നയാൾ കരുത്തനാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കില്ല എന്നൊരു സിഗ്നൽ അല്ലേ കൊടുക്കുന്നത്? ആ സിഗ്നൽ യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിന് നല്ലതാണോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പരിഷ്കൃത സമൂഹത്തിന് നല്ലതാണോ? അല്ലല്ലോ. അപ്പോൾ ഈ രണ്ട് ന്യായം എടുത്തു നോക്കിയാലും, ഒന്ന്, ഉമ്മൻചാണ്ടി സ്വയം അഗ്നിശുദ്ധി വരുത്തി പുറത്തു വരണം എന്നുള്ള
ഒരു വിശ്വാസം എടുത്താൽ, അത് ഉമ്മൻചാണ്ടി ആയതുകൊണ്ടല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, ആ വശം എടുത്താലും, ഇനി അതല്ല ഇപ്പുറത്തെ വശത്ത് നിന്നുകൊണ്ട് ഒരു സ്ത്രീക്കെതിരെ സ്ത്രീ ഉയർത്തിയ ഒരു ഒരു വാദം, ആരോപണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു എന്താ പറയുക, ഒരു സങ്കടം, ഈ പറയുന്ന കാര്യത്തിന് ഒരു വില കൊടുക്കുന്ന രീതിയിലായാലും അവിടെ ഈ രണ്ട് കാര്യത്തിലും വേണ്ടത് എന്താണ്? ശക്തമായ ഒരു അന്വേഷണം. ഏത് അന്വേഷണം? അപ്പോൾ ഉമ്മൻചാണ്ടി പറയുമായിരിക്കും ഇപ്പം നിൽക്കുന്ന അന്വേഷണമെന്ന്. ഇപ്പം നിൽക്കുന്ന അന്വേഷണമല്ല, ഈ പെർട്ടിക്കുലർ ഇഷ്യൂ വെച്ചുകൊണ്ട് ഇപ്പം നിൽക്കുന്ന അന്വേഷണമല്ല, അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ ഇഷ്യൂവും പെർട്ടിക്കുലർ ആയിട്ടുള്ള വെളിപ്പെടുത്തലും വെച്ചുകൊണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഇന്ന് വന്ന വെളിപ്പെടുത്തൽ ഇതിനു മുമ്പ് ഊഹാപോഹങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തു. പക്ഷേ ആദ്യമായിട്ടാണ് തനിക്കിത് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന്, ആദ്യമായിട്ടാണ് ഇര മുമ്പിൽ വന്ന്, ഇരയെന്ന് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന വ്യക്തി, ആ ക്യാവിറ്റ് ഇട്ട് തന്നെ പറയട്ടെ, നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന വ്യക്തി മുന്നിൽ വന്നിട്ട് പറയുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇതുവരെ നിന്നിരിക്കുന്ന അന്വേഷണങ്ങളെക്കുറിച്ചോ സോളാർ കമ്മീഷനെ കുറിച്ചോ ഇതുവരെ നടന്ന ചർച്ചകളെക്കുറിച്ചോ ഒന്നും നമ്മൾ പറയണ്ട. ആദ്യമായിട്ട് താൻ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു പെണ്ണ്, ഒരു സ്ത്രീയെ മുമ്പിലോട്ട് വന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ആ ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് പി എ സലീം, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ സലീം, താങ്കൾക്ക് കേൾക്കാമല്ലോ? പ്രവീൺ പറഞ്ഞതിന് മുമ്പ് അല്ല, ഞാൻ വരാം താങ്കളിലേക്ക്. കാരണം പ്രവീൺ പറഞ്ഞത് മുഴുവൻ താങ്കൾ കേൾക്കുമ്പോൾ എനിക്ക് 2-3 ദിവസങ്ങൾ കൂടി താങ്കളുടെ ഓർമ്മയിൽ പെടുത്തേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് പി എ സലീം, താങ്കൾ ദയവായി ശ്രദ്ധിക്കുക. പി കെ രാജു ഉണ്ട്. പി കെ രാജു, ഇന്ന് പീപ്പിൾ ടിവിയിലൂടെ പുറത്തു വന്ന കത്ത്, ഒപ്പം സരിത പീപ്പിൾ ടിവിയിലൂടെ നടത്തിയ ആ കത്തിന്റെ സ്ഥിരീകരണം അടക്കം നിലനിൽക്കുമ്പോൾ പ്രവീൺ പറയുന്നു അത് ഇന്നത്തത്, അതിനപ്പുറത്തേക്ക് മറ്റു ചില ദിവസങ്ങൾക്കെങ്കിലും ഈ കത്തിൽ പ്രാധാന്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ആർക്കൊക്കെയാണ് ഫസ്റ്റ് ഹാൻഡ് നോളജ് ഉള്ളത്, ആ ദിവസവും ആൾക്കാരും? ഞാൻ എൻ്റെ വിവരാവകാശ നിയമാനുസരണമുള്ള എനിക്ക് ലഭിച്ചിട്ടുള്ള കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് ശ്രീമതി സരിത എസ് നായർ പത്തനംതിട്ട ജയിലിൽ കഴിയുമ്പോൾ അവിടെ നിന്ന് 16/7/2013, അതായത് 16/7/2013 മുതൽ 20/7/2013 വരെ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ 19/7/2013 സരിത കത്തെഴുതിയത് പോലീസ് കസ്റ്റഡിയിലായിരുന്നു. 22 പേജുള്ള കത്തെഴുതിയത് പോലീസ് കസ്റ്റഡിയിലാണെങ്കിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാമായിരുന്നു കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സരിതയെ പീഡിപ്പിച്ചിരുന്നു എന്ന് വളരെ വ്യക്തമായി പോലീസിന് അറിയാമായിട്ട് കേസെടുത്തില്ല, അത് പുറത്തു പറഞ്ഞില്ല. അവർക്കെതിരെ കേസെടുക്കണം, ആദ്യം ചെയ്യേണ്ടതാണ്. 24 എന്താണ് പ്രത്യേകത? 24/7/2013 20/7/2013 കസ്റ്റഡിയിൽ നിന്നും തിരിച്ച് പത്തനംതിട്ട ജയിലിലെത്തുമ്പോൾ പോലീസ് അതായത് ജയിൽ സൂപ്രണ്ടിൻ്റെ സാന്നിധ്യത്തിലും അതുപോലെ വാർഡന്മാരുടെ സാന്നിധ്യത്തിലും 22 പേജുള്ള കത്ത് കണ്ടിരുന്നു എന്ന് വളരെ വ്യക്തമായി പത്തനംതിട്ട ജയിൽ സൂപ്രണ്ട് എനിക്ക് തന്ന മറുപടിയിൽ പറയുന്നു. വിവരാവകാശ നിയമപ്രകാരം താങ്കൾക്ക് ലഭിച്ച മറുപടിയിൽ 16/7/2013 20/7/2013 24/7/2013 ഈ 22 പേജുള്ള കത്തിലെ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഉന്നതർക്ക് അറിയാമായിരുന്നു. ആ വിവരാവകാശ രേഖയാണ് താങ്കളുടെ കൈവശം ഇപ്പോൾ ഉള്ളത്. യെസ്, എ സജീവൻ, അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ ഉൾപ്പെടെയുള്ളവർ ചേരുമ്പോൾ 2013 ജൂലൈ 19 സരിത എസ് നായർ എഴുതിയ 22 പേജുള്ള കത്തിന്റെ പകർപ്പ്, അതിൽ ആ പകർപ്പിൽ 3-ാം പേജിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതരമായ ആരോപണം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൗസിൽ വെച്ച് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ വസതിയിൽ വെച്ച് മുൻ കേന്ദ്രമന്ത്രി തന്നെ ബലാത്സംഗം ചെയ്തു. പല കേന്ദ്രമന്ത്രിമാർക്കും തന്റെ ശരീരം കാഴ്ചവെക്കാൻ രമേശ് ചെന്നിത്തലയുടെ PA പ്രലോഭിപ്പിച്ചുവെന്നും ആ കത്തിന്റെ പകർപ്പിൽ വ്യക്തമാകുമ്പോൾ പീപ്പിൾ ടിവിയിലൂടെ സരിത ആ കത്ത് സ്ഥിരീകരിക്കുകയുണ്ടായി. തന്റെ കൈപ്പടയിലാണ് ആ കത്ത് എഴുതിയത്. പറഞ്ഞ കാര്യങ്ങളിൽ 70% കാര്യങ്ങൾക്കും ഡിജിറ്റൽ എവിഡൻസ്, രേഖകളുണ്ട്, തെളിവുകൾ തന്റെ കൈവശമുണ്ട്. വരും ദിവസങ്ങളിൽ ആ വീഡിയോകളടക്കം ആരെങ്കിലും പുറത്തുവിട്ടാൽ അത് സത്യമാണെങ്കിൽ താൻ അത് അംഗീകരിക്കുമെന്നും പറയുന്നു. എ സജീവനിലേക്ക്. ശ്രീ എ സജീവൻ, എന്താണ് കേരളം കാണുന്നത്, കേൾക്കുന്നത്? അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. 2013 സരിത എഴുതിയ കത്താണ്.
ഇലക്ഷൻ പ്രചരണ രംഗത്ത് എന്തെങ്കിലും ആയുധമാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തതാണ് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കാര്യമായില്ല. ഇത് എഴുതുന്ന സമയത്ത് കേരളം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോയിരുന്നില്ല. 2013 2013 എഴുതിയ കത്ത്, അത് സ്ഥിരീകരണം അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ജയിൽ DGP പോലും പിന്നീട് പറഞ്ഞിട്ടുണ്ട് കാര്യം. സോളാർ കമ്മീഷന് മുമ്പാകെ പറഞ്ഞ കാര്യം ഇതാണ്. ഇത്തരം കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെക്കുറിച്ച് ജീവഭയം കൊണ്ട് താൻ പുറത്തു പറയുന്നില്ല എന്ന് പറഞ്ഞു. ആരോപണ വിധേയരായിട്ടുള്ള VIP-കളെ കുറിച്ച് താൻ പറയുന്നില്ല, അത് തൻ്റെ ജീവഭയം കൊണ്ടാണ് പറയുന്നതെന്ന് ജയിൽ DGP IPS-കാരനാണ് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിനെ സരിത ആരോടോ പക തീർക്കാൻ വേണ്ടിയിട്ട്, സരിത മുഖ്യമന്ത്രിയോട് പക തീർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സരിത മറ്റുള്ള ആളുകളെ ചട്ടുകമായിട്ട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഒരു ആയുധത്തിൻ്റെ ആരോപണം ഒരു ആരോപണത്തിൻ്റെ ആയുധം കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ പിന്നീട് സരിത പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, നമുക്ക് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞാൽ സരിത പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. സരിതയുടെ നുണപരിശോധന നടത്താം. അല്ലെങ്കിൽ സരിത ആരോപണം ഉന്നയിക്കുന്ന ആളുകളൊക്കെ നുണപരിശോധനയ്ക്ക് വിധേയരായിട്ട് തങ്ങൾ ഇങ്ങനെ ഇല്ല എന്നുള്ള കാര്യം അവർക്ക് തെളിയിക്കാവുന്നതാണ്. ഇതൊന്നും ചെയ്യാതെ ഒരാൾ പറഞ്ഞ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ മുൻകാലത്തെ ജീവിത ചരിത്രം എടുത്തിട്ട് അതുകൊണ്ട് വിശ്വസിക്കാനും കൊള്ളില്ല എന്ന് പറയുന്നു. അപ്പോൾ ബാറിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു കള്ള് മുതലാളി നടത്തിയുള്ള ആരോപണം എന്ന് പറയുന്നു. മറ്റൊരു വിഷയം പറയുമ്പോൾ അത് ഇന്ന മുതലാളി ചെയ്തൊരു കാര്യം എന്ന് പറയുന്നു. സരിത സോളാറിൻ്റെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അതല്ല പ്രധാനമായിട്ടും വേണ്ടത്. ഇതിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട ഈ പറയുന്ന സരിതയുടെ കത്തിൽ 22 പേജുള്ള കത്തിൽ പറയുന്ന ആരെങ്കിലുമോ കളങ്കിതരാണ് എന്ന് നമുക്കൊന്നും വിശ്വസിക്കേണ്ടതില്ല. അത് നമ്മളാരും വിശ്വസിക്കുന്നുമില്ല എന്ന് വയ്ക്കാം. പക്ഷേ അത് ശരിയല്ല എന്ന് തെളിയിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ആ ബാധ്യതയുണ്ടല്ലോ. സരിതയുടെ ചരിത്രം ശരിയല്ല, അത് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു ആരോപണത്തിൽ ആ ഒറ്റ വാക്കുകൊണ്ട് എല്ലാം കഴുകിക്കളയുന്നൊരവസ്ഥ തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ചില ആളുകൾ, ഞാനിത് ഈ പുതിയൊരു ആരോപണം തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നടപ്പാക്കി എന്ന രീതിയിലുള്ള ചില പരാമർശങ്ങളൊക്കെ ചർച്ചകളൊക്കെ ചില ആളുകൾ ഉന്നയിക്കുന്നതായി കേട്ടു. അത് അവർ ബോധപൂർവ്വം ഉന്നയിക്കുന്നതാണോ അറിയാതെ പറയുന്നതാണോ എന്നറിയില്ല. ഇത് 2013 കത്താണ്. ആ കത്ത് 22 പേജുള്ള കത്തുണ്ട് എന്ന കാര്യം അന്നേ പറഞ്ഞിരുന്നു. പിന്നീട് അതെല്ലാം കൂടി ആറ്റിക്കുറുക്കിയിട്ട് വേറൊരു കത്തുണ്ടാക്കിയതായ കാര്യവും അത് പുറത്തു വന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് ശരിയാണ് എന്ന് അന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ പറഞ്ഞാൽ പോലും എല്ലാം കഴിഞ്ഞ് സോളാർ കമ്മീഷന് മുമ്പാകെ, ഞാനിത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നു അതാണ്, സോളാർ കമ്മീഷന് മുമ്പാകെ ജയിൽ DGP പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഇത് ശരിയാണ്. ഇതിൽ പറയുന്ന ആളുകളുടെ പേര് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ആ ഞെട്ടിപ്പോയ പേരുകൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിന് ജീവന ഭയമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഒരു വെറും വാക്കായിട്ട് മാറ്റിക്കളയരുത്. ഇതിന് സത്യാവസ്ഥ, സരിത പറയുന്ന കളവാണെങ്കിൽ അതാവട്ടെ, സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ആ സത്യാവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും. മുഖ്യമന്ത്രി കളങ്കിതരാണെന്നോ അല്ല മറ്റാരും കളങ്കിതരാണെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ സരിത പറയുന്നതെല്ലാം സരിത ഇങ്ങനെ ഒരാളായതുകൊണ്ട് പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതാണ്. അവർ പലതവണ വാക്കുമാറ്റി പറഞ്ഞുകൊണ്ട് അതെല്ലാം ആരോപണങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇതിൽ അവർ ഒരു പ്രത്യേകിച്ചൊരു സ്ത്രീ, പീഡനത്തിൽ ഇരയായിട്ടുള്ള സ്ത്രീയുടെ ആരോപണം അവരെഴുതി കൊടുക്കുന്നു, വെറുതെ വാക്കാൽ പറയുന്നില്ല, എഴുതി കൊടുക്കുന്ന സംഗതി അട്ടിമറിക്കപ്പെടുക എന്ന് പറയുന്നത് ആ നിയമത്തെ തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. ഇനി അവർ പറയുന്നത് പലപ്പോഴും അങ്ങനെയുണ്ട്, സംഭവിക്കാം. എല്ലാ ആളുകളും പറയുന്നത് ശരിയാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ആരോപണ വിധേയരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ആരോപണ വിമുക്തരാക്കാൻ വേണ്ടിയിട്ട് ശരിയായൊരു അന്വേഷണം നടക്കുകയും അത് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള പരിശോധനയും അന്വേഷണവും ഒക്കെ തെളിവെടുപ്പുകളൊക്കെ നടത്തേണ്ടതാണ്. അതിനെ എല്ലാം ഒരു വാക്കുകൊണ്ട് ഇതിനെ കഴുകിക്കളയുന്ന പരിപാടി പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ സജീവൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി അതിന്റെ വെറാസിറ്റിയാണ്. സത്യസന്ധമായ കാര്യങ്ങൾ അറിയണം. അങ്ങനൊരു പ്രതീക്ഷ നിയമപരമായി കേരളത്തിന്റെ സമൂഹത്തിന് വച്ചു പുലർത്താൻ കഴിയുമോ? അങ്ങനൊരു പ്രതീക്ഷ നിലനിൽക്കണമെങ്കിൽ എന്താണ് ഉണ്ടാകേണ്ടത്? അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ. ഈ സോളാർ സംഭവം നമ്മുടെ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പും ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷവും അതിൻ്റെ നിജസ്ഥിതി എന്തെന്നറിയാൻ, കാരണം അതിലെ തട്ടിപ്പ്, അതിലെ സാമ്പത്തിക ഇടപാടുകൾ, നമ്മുടെ ഭരണാധികാരികളും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അവരുടെ പദവി ദുരുപയോഗപ്പെടുത്തി ഇത്തരം തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൊതുഖജനാവിലെ സാമ്പത്തിക നഷ്ടം നമുക്ക് വന്നിട്ടുണ്ടോ, ഈ കാര്യങ്ങൾ അന്വേഷിക്കാനാണ്
പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ശക്തമായ അന്നത്തെ ഇടപെടൽ കൊണ്ടാണ് അന്ന് കമ്മീഷനെ ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷനെ വെച്ചത്. പക്ഷെ എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്മീഷൻ്റെ മുമ്പിൽ ഈ കത്ത് ഔദ്യോഗികമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശ്രീ സജീവൻ പറഞ്ഞതുപോലെ ആ കത്ത് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ അത് തമസ്കരിക്കുവാനോ അല്ലെങ്കിൽ അത് പുറം വെളിച്ചം കാണാതിരിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള ഇടപെടലുകൾ നടന്നതിനെക്കുറിച്ച് നമ്മൾ ഈ അടുത്ത കുറച്ച് കാലങ്ങളിലായി ചർച്ചകൾ നടക്കുകയാണ്. അത് കൂടാതെ ഈ സംഭവത്തിന് സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ അതിന് കൂട്ടാളിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ മൊഴിയുടെ ആധികാരികത അല്ലെങ്കിൽ അവരുടെ ചാരിത്രശുദ്ധിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച വേറെ രീതി ചെയ്യാം. പക്ഷെ ഒരു പ്രധാന പ്രശ്നം ഇവിടെ, അത്തരത്തിലുള്ള ആളാണെങ്കിൽ പോലും നമ്മുടെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മറ്റു ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും ഗാന്ധിയുടെ ശിഷ്യന്മാരെന്ന് പറയുന്ന പവിത്രമായ കതറിട്ട് നടക്കുന്ന നമ്മുടെ സഹോദരന്മാർ, ഇവർ ഈ സ്ത്രീയെ ഉപയോഗപ്പെടുത്തി അവരുടെ പദവി ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആ ആരോപണ വിധേയർ അവർ സത്യസന്ധരും അവർ വെറും ഒരു ആരോപണമാണെങ്കിൽ അവർ തീർച്ചയായും 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിനെതിരെ അവർ കോടതിയിൽ പോയി അവരുടെ നിരപരാധിത്വം തെളിയിക്കുവാനും ഇത് കള്ളമായി പറഞ്ഞതാണെങ്കിൽ അത് തെളിയിക്കുവാനുള്ള ബാധ്യത ധാർമ്മികമായും നിയമപരമായി അവർക്കുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്ങനെ അവർ ചെയ്യില്ല എന്നുള്ളൊരു കാരണം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കത്ത് ഒന്നും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തുന്ന നാടകങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഒരു കാര്യം അറിയണം, ഇതിൽ പങ്കെടുത്തിട്ടുള്ളവർ ആ പങ്കെടുത്തിന് ഈ പറഞ്ഞ പോലെ ശരീരം വിൽക്കാൻ പോയതും കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ പോയതും സ്ത്രീയുടെ പ്രശ്നത്തിനപ്പുറം അതിന് കൂട്ടുനിന്ന പൊതുജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്ത് അധികാര ദുർവ്യനം ചെയ്ത് ഒരു പബ്ലിക് സർവൻ്റ് എന്ന നിലയിൽ അധികാരത്തിലിരിക്കുന്ന ആളുകൾ ആ പദവി ദുരുപയോഗപ്പെടുത്തിയതെങ്കിൽ ചരിത്രത്തോടും ജനാധിപത്യത്തോടും ജനങ്ങളുള്ള വിശ്വാസവുമാണ് അവരെ കളങ്കപ്പെടുത്തിയത്, കളങ്കിതരാക്കിയത്. അവർ നിയമത്തിന് മുമ്പിൽ വരണം, അത് നിഷ്പക്ഷമായി അന്വേഷിക്കണം. അതാണ് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ ചർച്ചയിൽ പ്രസക്തമാകേണ്ടത്. ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രശ്നങ്ങൾ, കേരളത്തിൽ വരുന്ന ഇലക്ഷനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആശങ്കകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇലക്ഷന് മാനിഫെസ്റ്റോമായിട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവരെന്തൊക്കെയാണ് അവരുടെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഡിബേറ്റുകൾ നടക്കേണ്ട, സംവാദങ്ങൾ നടക്കേണ്ട ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം നിർഭാഗ്യകരമായ ചർച്ചകൾ നടക്കുന്നത്. അത് കേരളത്തിൽ തലകുനിക്കണം. എവിടെയോ ഒരു സ്ഥലത്ത് സഖാക്കൾ അവർ തലകുനിച്ച് പ്രതിഷേധിക്കുന്നതായി ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മൾ തലകുനിക്കണം. മലയാളികൾ, കേരളീയർ ലോകത്തിന് മുമ്പിൽ ലജ്ജിക്കണം. ഇത്രയും നാണം കെട്ട ഈ ചർച്ച അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യം നമ്മൾ ഇവിടെ ഇപ്പം ഈ സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യം വന്നതിന് എന്നിട്ടും യാതൊരു വിധമായ ഉളുപ്പുമില്ലാതെ ഇവർ പലരും മത്സരിക്കാൻ വെമ്പൽ കൂട്ടുന്നു. അതാണ് അതിലേറെ കഷ്ടം. യെസ്, താങ്കളുടെ ആ വികാരം അത് ഏറ്റവും മനസ്സിലാക്കുമ്പോൾ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലിം കൂടി. അഡ്വക്കേറ്റ് PA സലിം, ശിവൻ മഠത്തിൽ കാര്യങ്ങളെ അപഗ്രഥിക്കുന്നു, ഒരു സാധാരണക്കാരനായി നിന്നുകൊണ്ട് വികാരാധീനനാകുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റ് PA സലിം, താങ്കൾക്ക് എന്ത് പ്രതികരിക്കാൻ കഴിയും ഈ നിമിഷത്തിൽ? അഡ്വക്കേറ്റ് PA സലിം, യെസ്, അദ്ദേഹത്തിലേക്ക് എത്താം. പ്രവീൺ, നേരത്തെ അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ അടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിലാണ് ലജ്ജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. ആ ലജ്ജിക്കേണ്ട അവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ഈ പോയ കാലത്തിനപ്പുറത്തേക്ക് നാം നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിൻ്റെ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇത്രമാത്രം സ്ഥിതിവിശേഷത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിൻ്റെ ബാധ്യത നാം അങ്ങനെ കണക്കാക്കേണ്ടതുണ്ടോ ഈ അലിഗേഷനെ? പ്രതിഭേ, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, ഇപ്പം ഞാൻ എൻ്റെ വാട്സാപ്പിലെ പല ഗ്രൂപ്പുകളിലായാലും ഫേസ്ബുക്കിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ സാധാരണക്കാരായ ആൾക്കാർക്കിടയിലുമൊക്കെ ഒരു വികാരമുണ്ട്. നമ്മൾ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ടത്, എനിക്ക് തോന്നുന്നു അത് കോൺഗ്രസ്സുകാർക്കും ഇടതുപക്ഷക്കാർക്കും BJPക്കാർക്കും ഒക്കെ വികാരമുണ്ട്. തെരഞ്ഞെടുപ്പ് എടുത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം കേരളത്തിലെ വികസനത്തിനെ കുറിച്ചിട്ടല്ലേ, കേരളത്തിലെ മറ്റ് ക്രൈം ഇഷ്യൂസിനെ കുറിച്ചിട്ടല്ലേ, കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റു പ്രശ്നങ്ങളെ കുറിച്ചിട്ടല്ലേ, രാഷ്ട്രീയ അജണ്ടകളെ കുറിച്ചിട്ടല്ലേ, ഇത്തരത്തിലൊക്കെയുള്ള ഒരു കാര്യമാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട് അല്ലേ. അപ്പോൾ എനിക്കതിനോടുള്ള ഒരു പ്രതികരണം എന്താണെന്നറിയാമോ, ഇത്തരത്തിലുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ചെറിയ വിഷയമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഒരു പിടി രാഷ്ട്രീയക്കാരിൽ ഒരുപാട് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കാര്യം എന്താ, അവരെടുക്കുന്ന തീരുമാനത്തിലൂടെയാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഒരടി മുന്നോട്ട് പോകണോ അതോ പിന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കുന്നത് ഈ രാഷ്ട്രീയക്കാരെടുക്കുന്ന തീരുമാനത്തിലൂടെയാണ്. അവരെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നമ്മൾ അവിടെ എത്തിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്ക് എതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള ആരോപണവുമായി ഒരു സ്ത്രീ വന്നിരിക്കുന്നു. ശരി,
നമുക്ക് ഒരു ആർഗ്യുമെന്റിന് വേണ്ടി വിശ്വസിക്കാം ഇവരൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഗൂഢാലോചന എന്താണ് എന്നുള്ളതിനെ, ആ ഗൂഢാലോചനയെ സബോട്ടാഷ് ചെയ്തുകൊണ്ട് അതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, അതൊരു ധാർമ്മികമായ റെസ്പോൺസിബിലിറ്റി അല്ല. കേരളത്തിലെ പൊളിറ്റിക്സിൻ്റെയും പൊളിറ്റിക്കൽ പാർട്ടികളുടെയും പൊളിറ്റിക്സിനോടുള്ള ജനത്തിൻ്റെ വിശ്വാസ്യതയുടെയും നിലനിൽപ്പിൻ്റെ ആവശ്യമാണത്. അത് ഇവിടുത്തെ സർക്കാരിനില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യണം. ഇനി അതല്ല, തിരിച്ചാണ് സത്യമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണ്, ബിസിനസ്സുകളെ കുറിച്ചാണ്, അതിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. അതാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഏറ്റവും വലിയൊരു ഒരു നേട്ടമായിട്ട് കാണിക്കുന്നത്. അത്തരത്തിലൊരു ബിസിനസ് വളർത്തിയെടുക്കാൻ വേണ്ടി കേരളത്തിൽ ശ്രമിച്ച ഒരു സ്ത്രീക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത് എങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? കേരളത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് സ്വന്തമായ രീതിയിൽ ഒരു ബിസിനസ് സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? കേരളത്തിലുള്ള ഒരു സ്ത്രീ ഇത്തരത്തിൽ ശക്തമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോലും കേസെടുക്കുവാൻ പോലീസോ സർക്കാരോ തയ്യാറല്ല. അത്തരത്തിൽ സ്ത്രീകളെ ഇൻസെക്യൂരിറ്റിയിലേക്ക് എത്തിക്കുന്ന നിലയാണ് പോലീസും സർക്കാരും കാണിക്കുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളും ഈ ഒരു ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. ഇത് വെറും ഒരു ആൾ മറ്റൊരാൾക്കും അതിരെ ഉന്നയിക്കുന്ന ലൈംഗിക ആരോപണമല്ല, മറിച്ച് ഒരു സൈഡിൽ കേരള പൊളിറ്റിക്സിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെതായിട്ടുള്ള ഒരു കാര്യം, കടന്നു വരുന്ന യുവത്വത്തിന് രാഷ്ട്രീയത്തിലും രാഷ്ട്രീയക്കാരിലും വിശ്വാസം ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ലേ? അതിനു വേണ്ടിയിട്ട് ഈ പൊളിറ്റിക്സിൻ്റെ സാങ്ക്ടിറ്റി കാത്തു സൂക്ഷിക്കാൻ. ഇനി അതല്ല, മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ അഭിമാനത്തിൻ്റെ കാര്യമാണ്, ഒരു സംരംഭകയുടെ അഭിമാനത്തിൻ്റെ കാര്യമാണ്, കേരളത്തിൻ്റെ ഭാവിയുടെ ഒരു കാര്യമാണ്. ഇക്കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടാൻ എല്ലാ തരത്തിലും അർഹതയുള്ള ഒരു വിഷയമാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി എടുത്തു പറയുകയാണെങ്കിൽ, ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, അവരത്യാവശ്യം നമ്മൾ സമൂഹത്തിൽ മോശമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ചുറ്റുപാടിൽ നിന്നും കടന്നു വരുന്ന ഒരാളാണ് തന്നെ കരുതിക്കോളും. അവരെ ഒരാൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, അതല്ലെങ്കിൽ ഒരു ചെറിയ വാക്കിലൂടെയെങ്കിലും അപമാനിക്കുവാൻ ശ്രമിച്ചു. ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു, കേസ് കൊടുക്കുന്നു. ആ പോലീസുകാരൻ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ നടക്കുന്നയാളല്ലേ, അതുകൊണ്ട് ഇതിനെല്ലാം തന്നെ എന്താ പറയുക, ഇതിനെല്ലാം തന്നെ വഴങ്ങിക്കൊടുക്കുവാൻ, ഇതിനൊക്കെ തന്നെ അനുഭവിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥയാണ് എന്നാണോ പോലീസുകാരൻ പറയേണ്ടത്? ഇതാണ് പ്രസിഡന്റായി ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നതാണ് പ്രസിഡന്റായി എടുക്കേണ്ടതെങ്കിൽ, ഇപ്പൊ കോൺഗ്രസ് നേതാക്കൾ പറയുന്നതാണ് പ്രസിഡന്റായി എടുക്കേണ്ടതെങ്കിൽ, നാളെ ഓരോ പോലീസുകാരനും ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഹേ അതുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ പറയും എന്നങ്ങ് പറഞ്ഞാൽ പോരെ? യെസ്, ആ ചോദ്യം നിലനിൽക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ സരിതയുടെ ഈ നിലപാട് തന്നെ ശാരീരികമായി പീഡിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എന്ത് നടപടിയാണ് ഒരു സർക്കാർ എടുക്കേണ്ടത്? നിയമ സംവിധാനങ്ങൾ എടുക്കേണ്ടത്? ആരാണ് അതിന് മുതിരേണ്ടത്? 2013 ജൂലൈ 19 സരിത എഴുതിയ 22 പേജുള്ള കത്തിന്റെ പകർപ്പുകൾ പുറത്തു വരുമ്പോൾ ആ കത്തിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്? അതികളിലേക്ക് എത്താം. ശ്രീ എ സജീവൻ, പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ആ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം ഇത്തരത്തിൽ വരുമ്പോൾ അതിനെ എന്തിന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം, മാധ്യമപ്രവർത്തകർ ചർച്ച ചെയ്യണം? അത്തരം വാർത്തകൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ എന്തിന്